I'd like to invite Apachan to give a personal testimony this evening. കർത്താവായ യേശു എന്റെ സ്നേഹവന്ദനം. വിശേഷ പാസ്റ്റർ MC എബ്രഹാമിനോടൊത്ത് ഈ രാത്രിയായിരിക്കുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. ഞാൻ ഈ അമേരിക്കയുടെ പ്രദേശത്ത് വന്നിട്ട് കൊല്ലങ്ങൾ 27 കഴിഞ്ഞു. ഈ 27 കൊല്ലക്കാലം പ്രാർത്ഥനയിൽ എന്നെ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും സഭ വിശ്വാസികളോടും എനിക്ക് ഉള്ള അകായിതവുമായ നന്ദി ഈ രാത്രി രേഖപ്പെടുത്തുന്നു. യഹോവ വിശ്വസ്തൻ എന്ന് രുചിച്ചറിവീൻ എന്നെഴുതിയിരിക്കുന്ന വചന പ്രകാരം അവനെ കഴിഞ്ഞ 100 കൊല്ലവും 3 ദിവസവും രുചിച്ചറിവാൻ കർത്താവിന്റെ ഭാഗ്യം തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുമ്പോൾ ഉയരത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്, ഞാൻ ലോകത്തിന്റെ അവസാനത്തോളം നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ശബ്ദം ഞാൻ കേട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നല്ല അവസരത്തിൽ നിങ്ങളോടൊത്തായിരിക്കാൻ കൃപ തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്നവർക്ക് നന്ദി പറയുമ്പോൾ ഈ സഭയ്ക്ക് വിശേഷാൽ നന്ദി പറയണം. കാരണം ഞാൻ വന്ന നാൾ മുതൽ ഈ സഭയിൽ കൂടി വരുന്ന നിമിത്തം പ്രാർത്ഥനയുടെ ഒരു വലിയ കൈത്താക്കൽ എനിക്ക് തന്നെ നടത്തി എന്നുള്ളത് വിട്ടുകളവാൻ കഴിവുള്ളതല്ല. യഹോവ എത്ര വലിയവനെന്ന് രുചിച്ചറിയും. എത്ര വലിയവൻ, എത്ര വലിയവൻ അത് പറഞ്ഞാൽ മതിയാവില്ല. കാരണം അവിടുത്തെ വലിപ്പം മാത്രം വലുതാണ്. ഈ കൂടി വന്നിരിക്കുന്ന ജനത്തെ മാത്രമല്ല, അവിടുത്തെ അത്ഭുതമാർന്ന കരം കൊണ്ട് മണ്ണെടുത്ത് കുഴച്ച് ജീവശ്വാസം പകർന്ന് മനുഷ്യനായി തിരുമുമ്പിൽ നിർത്തിയ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എനിക്ക് സ്തുതിപ്പാൻ അവകാശമുണ്ട്. മാത്രമല്ല, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ജയിലിൽ നിന്നും എന്റെ 28ാമത്തെ വയസ്സിൽ അവനെ കയറ്റി 72 കൊല്ലം ദൈവത്തെ സേവിപ്പാൻ ഭാഗ്യം തന്നു. അത് നിമിത്തമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നത്. അവിടെ യഹോവ വലിയവനെന്ന് രുചിച്ചറിവീൻ എന്നുള്ള പദത്തിന് വളരെ പ്രയോഗമുണ്ട്. ഈ രാത്രി കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൊണ്ട് നന്ദി പറയുമ്പോൾ ഈ കാലപത്രയും ആണിപ്പെടുത്തുള്ള കരത്തിൽ എന്നെ വായിച്ചു. അതിന് ഞാൻ നന്ദി പറയുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവരെ സ്തുതിപ്പാൻ, അവരെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ഒരവസരം ലഭിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കുന്ന എല്ലാവർക്കും ഈ 100 കൊല്ലം 72 കൊല്ലം വിശ്വാസത്തിൽ യഹോവ എത്ര വലിയവനെന്ന് രുചിച്ചറിവീൻ എന്നുള്ള വാക്യശകലത്തിന്റെ മുൻപിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് അവന് പ്രയോജനമുള്ള മക്കളായി ജീവിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെങ്കിൽ ദീർഘായുസ് തരുവാൻ അവൻ പ്രാപ്തനാണെന്ന് എന്റെ അനുഭവ സാക്ഷ്യം ഞാൻ നിങ്ങളോട് ഈ രാത്രി പറയാൻ. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും 100 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഏറെ ആയാൽ 80 എന്നുള്ളതിന് കൂടി
75 വയസ്സ് വരെ വന്ന് കാണും. എന്നാൽ കർത്താവിനെ ഇത്രത്തോളം കൊണ്ടുവന്നത് സഭയുടെ പ്രാർത്ഥനയാണ്. അതിനൊരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി പറയുമ്പോൾ വിശേഷാൽ പാസ്റ്റർക്ക് നന്ദി പറയേണ്ടതുണ്ട്. കാരണം എന്നെ അത്യധികമായി സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്റർമാരായ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾ വിവരിപ്പാൻ ഇന്ന് സമയം പോരാ. അത്രമാത്രം കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിലും അവിടെയെല്ലാം ആണിപ്പോഴ് പഴുതുള്ള കരുത്തിൽ എന്നെ താങ്ങി അവരെന്നെ നടത്തി. അതുകൊണ്ട് ധൈര്യത്തോടെ ആ കൃപാസനത്തോട് അടുത്ത് വന്ന് യഹോവ എത്ര നല്ലവരെന്ന് നിരൂപിച്ചെന്ന് എഴുതിയിരിക്കുന്ന വാക്യശകലത്തിന് നന്ദി പറയുവാൻ ഒരുക്കിയ നല്ല അവസരത്തിന് സ്തോത്രം. രാത്രി കേൾക്കുന്ന ഏവർക്കും ഈ യേശുവിനെ സേവിപ്പാൻ ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്റെ 28ാമത്തെ വയസ്സിൽ അവരെന്നെ സ്നേഹിച്ചു വിളിച്ചു. ആ വിളി നിമിത്തം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഓരോ ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയ പാതയെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ എന്നെ ഉദ്ധരിക്കുവാൻ ഒരു ദൈവമുണ്ടായിരുന്നു. ആ ആരെക്കൊണ്ടുള്ള കാര്യത്തിൽ എത്ര നന്ദി പറഞ്ഞാൽ അത് മതി വരില്ല. അത്രമാത്രം ശക്തിയുള്ള അക്കാര്യത്തിന് ഈ രാത്രി നിങ്ങളുടെ മധ്യ ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ രക്ഷയിലേക്ക് വരാതെ ആരെല്ലാം എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി രക്ഷയുടെ അനുഭവം നിങ്ങൾക്ക് ലഭിക്കുവാൻ ആ ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിന്റെ പാദം വീഴുന്നെങ്കിൽ അഭയം പ്രാപിക്കുമെങ്കിൽ അത് സൗജന്യമായി ലഭിക്കും. ആകയാൽ ആ രക്ഷ സൗജന്യമായി പ്രാപിച്ച് അവന്റെ മഹത്വത്തിന് വേണ്ടി ജീവിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെങ്കിൽ അഭിവൃദ്ധിയെ ദീർഘായുസ്സും അവൻ നൽകും എന്നുള്ളത് ഞാനൊരു സാക്ഷിയാണ്. ഈ നല്ല മാർഗത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർവഹിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുന്നതാകട്ടെ. Amen. Hallelujah. What an encouraging testimony. Praise the Lord. Hallelujah. He was able to give a salvation message in his testimony as well. Praise the Lord. At this time, I would like to invite the family members to give a greeting. After that, there's a family group song, and then thereafter, there's an opportunity for the PFG Church to also give the greeting. So we split the greeting in 2 different sessions. The first session would be greetings given by the family members. I would like to invite Sarama Daniel to give the greeting. കണ്ണുവന്ന എല്ലാ ദേവദാസന്മാർക്ക്, ചർച്ച് മെമ്പേഴ്സിനും ഫാമിലി മെമ്പേഴ്സിനും സ്നേഹിതർക്കും എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മൾ എല്ലാവരും വളരെ സന്തോഷമുള്ളവരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം നമ്മുടെ പ്രിയ അപ്പച്ചൻ 100 വർഷക്കാലം ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ആവശ്യമായ ദൈവകൃപ പകർന്നു കൊടുത്തു എന്ന് മാത്രമല്ല, ഇത്രമാത്രം സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം തന്റെ ദാസൻ ഇടയാക്കിയതിൽ ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ അപ്പച്ചൻ എന്ന് പറയുന്ന ആള് എന്റെ ജ്യേഷ്ഠ സഹോദരിയുടെ ഹസ്ബൻഡാണ്. എല്ലാവരും അപ്പച്ചൻ എന്ന് വിളിക്കുന്നത്, എലിയാസ് അപ്പച്ചൻ എന്ന് വിളിക്കും, ഞാനും അപ്പച്ചൻ എന്ന് വിളിക്കുന്നു. ആക്ച്വലി വാസ്തവത്തിൽ എന്റെ ജ്യേഷ്ഠനാണ്. എന്റെ ജ്യേഷ്ഠത്തിയുടെ കല്യാണത്തിന് ശേഷമായിട്ട് ഭവനത്തിൽ വരുമ്പോൾ ഞാൻ കൊച്ചു പെൺകുട്ടിയായിരുന്നു. എനിക്ക് അന്ന് വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നുമില്ല, ഇത് ആരാണെന്നൊന്നും. ഒരു പുതിയ ആൾ ഭവനത്തിൽ വന്നു എന്ന് മാത്രമേ അന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ ഏറ്റവും ഇളയ ആളായതുകൊണ്ട് എന്നെ
വളരെയധികം സ്നേഹിപ്പാൻ തക്കവണ്ണം അപ്പച്ചന് ഇടയായി. മാത്രമല്ല വരുമ്പോഴെല്ലാം എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുവരും. ഈ ഗിഫ്റ്റ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ സ്നേഹമാണ്. പ്രത്യേകിച്ച് നല്ല നിറമുള്ളതായ ബട്ടർഫ്ലൈ പോലെയുള്ള സ്ലൈഡുകൾ ഒക്കെ എനിക്ക് കൊണ്ടുതരും. പിന്നെ ഓറഞ്ച് കൊണ്ടുതരും, മുന്തിരിങ്ങ കൊണ്ടുതരും. ഇങ്ങനെ വരുമ്പോഴെല്ലാം എന്തെങ്കിലും ഒരു പാക്കേജ് എനിക്ക് കൊണ്ടുതരുന്നുണ്ട്. എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും വരണമെന്നാണ് എൻ്റെ താല്പര്യം. വരുന്നു എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എന്നെ വളരെയധികം സ്നേഹിച്ച ഒരു അപ്പച്ചനാണ് ഈ എലിയാസപ്പച്ചനെ. ഇങ്ങനെ ഇത്രത്തോളം ആരോഗ്യത്തോടെ കാണുവാൻ എനിക്കിടയായതിൽ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട്. ജ്യേഷ്ഠൻ്റെ വീട്ടിൽ എനിക്ക് അവധി കിട്ടുന്ന സമയത്ത് ഞാൻ അവിടെ കോട്ടയത്ത് പോയി താമസിക്കുകയും അവരോടുകൂടെ സഹകരിക്കുകയും ഒക്കെ ചെയ്യുവാൻ തക്കവണ്ണം എനിക്കിടയായി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭവനത്തോട് വളരെ വലിയ ക്ലോസ് റിലേഷൻഷിപ്പ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ഞങ്ങളെ വളരെ സ്നേഹിക്കുകയും ചെയ്തു. പ്രത്യേകമായി ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യം കാണുമ്പോൾ ഉള്ളതായ ആ സന്തോഷവും ആ സ്നേഹവും ആ ചിരിയും ആ കരുതലും അന്ന് ഞാൻ കണ്ടത് തന്നെ ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും വിളിക്കുന്നതിനൊക്കെ വലിയ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് എന്നെ വിളിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. എന്നെ മാത്രമല്ല എല്ലാവരോടും വലിയ സ്നേഹമാണ് അപ്പച്ചന്. എല്ലാവരോടും സംസാരിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് പുള്ളി വളരെ വളരെ കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരാളാണ്. പിന്നീട് അപ്പച്ചൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മീറ്റിങ്ങുകൾക്ക് പോകുന്നതിന് വലിയ കൃത്യനിഷ്ഠയാണ് ജീവിതത്തിൽ. വാസ്തവമായി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വന്ന് അങ്ങനെ ഒരു വിശ്വാസിയായി തീർന്ന ഒരാളാണ് അപ്പച്ചന്. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ വലിയ കൃത്യനിഷ്ഠയാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ജോലി ചെയ്തിരുന്ന സന്ദർഭങ്ങളിൽ ദശാംശം കൊണ്ടുവന്ന് വരുന്ന വഴി തന്നെ ദശാംശം കഞ്ഞിക്കുഴിയിൽ ഇറങ്ങി പാസ്റ്ററെ കണ്ട് അത് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോവുള്ളൂ. അത്രമാത്രം വലിയ കൃത്യനിഷ്ഠ ജീവിതത്തിൽ പാലിച്ച ഒരാളാണ് ഈ അപ്പച്ചന്. മാത്രമല്ല ദൈവദാസന്മാരെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വലിയ സന്തോഷമുള്ള ഒരാളായിരുന്നു ഈ അപ്പച്ചനെ. ഇങ്ങനെ ഒരാള് ഞങ്ങളുടെ ഭവനത്തിൽ വന്നത് ഞങ്ങൾക്കൊക്കെ വളരെ അനുഗ്രഹമായി തീർന്നു. മാത്രമല്ല ഈ അപ്പച്ചനും ഫാമിലിയും എല്ലാം ഈ രാജ്യത്തിലേക്ക് വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അത് മുന്നമേ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഒരു യോസഫിനെ മിസ്രൈമിലേക്ക് അയച്ചതുപോലെ എൻ്റെ ഹസ്ബൻഡാണ് ഈ രാജ്യത്തിലേക്ക് ആദ്യമായി വരുവാൻ ഇടയായത്. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിലുള്ളതായ രണ്ട് സൈഡിലുമുള്ള ആൾക്കാർ, പല ഫാമിലികൾ ഇവിടെ വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കർത്താവ് വേണ്ട നന്മകളെല്ലാം ചെയ്തു. അർഹിക്കാത്ത നന്മകളും കർത്താവ് എല്ലാവർക്കും നൽകിക്കൊടുത്തു. ഇതൊക്കെയും കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരും എനിക്കുള്ളവർ തന്നെയാണ്. എനിക്ക് എല്ലാവരും കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ഇനിയുള്ള സമയം ദൈവം കർത്താവ് തന്റെ ദാസന് കൂടുതൽ ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ ചെറിയ വാക്കുകൾ. Because she's my mother, I'm not going to say anything. I will get one when I get home. I invite Brother Tamban Varghese to give his greeting. Please make it 1 or 2 minutes. ഈ സന്തോഷ അവസരത്തിൽ അപ്പച്ചനോടൊപ്പമായിരുന്നാലിടെ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പിതാവും പ്രിയ അപ്പച്ചനും വലിയ സ്നേഹിതരായിരുന്നു. കോട്ടയത്തെ ആദ്യകാലത്ത് ദൈവിക പ്രവർത്തനത്തിനു വേണ്ടി ഇറങ്ങിയ കുടുംബമായിരുന്നു ഈ കുടുംബങ്ങൾ. കോട്ടയത്തെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും പ്രവർത്തനവും വളരെ സഹായമായിരുന്നു. പാസ്റ്റർ പി എം ഫിലിപ്പിനോടൊന്നിച്ച് അവിടെയുള്ള ആലയം പണിക്കൊക്കെ അദ്ദേഹം വളരെയധികമായിട്ട് കഠിനാധ്വാനം ചെയ്യുകയും ഇന്ന് അവിടെ ഒരു നല്ല സഭയുണ്ടായി. അവിടെയുള്ള പല വിശ്വാസികളും പല രാജ്യങ്ങളിലായിട്ട് ഇന്ന് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന
ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. എൻ്റെ ആത്മീയ വർധനവിന് ആ പ്രിയ അപ്പച്ചൻ വളരെ സഹായമായിരുന്നു. മാത്രമല്ല, ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് എന്നെ ഉപദേശിക്കുക മാത്രമല്ല പല കാര്യത്തിലും എന്നെ ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പലപ്പോഴും ഓർക്കുന്നു. അതെൻ്റെ ആത്മീയ വർധനയ്ക്ക് വളരെ കാരണമായിരുന്നു. താൻ ആരെ കണ്ടാലും സുവിശേഷം പറയുമായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് നാം കേൾക്കുന്നുണ്ടായിരുന്നു. എവിടെ ചെന്നാലും ആ സുവിശേഷ താല്പര്യമുള്ള ഒരു ഹൃദയമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയ അപ്പച്ചനെ ഓർത്ത് സ്തോത്രം ചെയ്യാണ്. അപൂർവമായിട്ട് ചിലർക്ക് മാത്രം കിട്ടുന്ന അവസരമാണല്ലോ 100 വയസ്സ് പ്രിയ പിതാവിനെ ലഭിച്ചവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ധാരാളം കാര്യങ്ങൾ പറയാൻ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. കോട്ടയത്തെ പല പ്രിയ സഹോദരന്മാരും എന്നെ വിളിച്ച് ഇവിടെ വരുന്നെന്ന് അറിയിച്ചപ്പോൾ അവരുടെ ആശംസകൾ അറിയിക്കണമെന്ന് പറഞ്ഞു. കോട്ടയത്തുള്ള ഫിലോപ്പിയ സഭയിലുള്ള സഹോദരന്മാരുടെയും ആശംസകളെ ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ആത്മീയമായിട്ട് വളർത്തിയ പ്രിയ അപ്പച്ചന് ഒരിക്കൽ കൂടി നന്ദി പറയുകയും ദൈവം ആയുസ്മാരോഗ്യം നടത്തി വഴി നടത്തായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന എൻ്റെ വാക്കുകൾ ചുരുക്കും. After Brother Uman Ebenezer, I would like to invite Annie Abraham, Molly Matthew, and John Charco. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ MC എബ്രഹാം, തന്നോടുകൂടെ ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മാന്യ ദാസന്മാർക്കും, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, പ്രത്യേകിച്ച് ഞങ്ങൾ അപ്പച്ചനെന്ന് വിളിക്കുന്ന അപ്പച്ചനും മക്കൾക്കും കൊച്ചുമകൾക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് അറിയിക്കുന്നു. എൻ്റെ വൈഫിൻ്റെ മാവനാണ് ഏലിയാസ് അപ്പച്ചൻ. ഞാൻ 88 ന്യൂജേഴ്സിയിൽ കടന്നു വരുമ്പോൾ അപ്പച്ചനെ കാണുവാനും പരിചയപ്പെടുവാനും അതിനുശേഷം ഇതുവരെയും ഏകദേശം എനിക്ക് തോന്നുന്നത് 23-24 വർഷത്തോളം അപ്പച്ചനെ കാണുവാനും ഇവിടെ താമസിക്കുമ്പോൾ വല്ലപ്പോഴും അവസരം കിട്ടുമ്പോൾ പോയി കാണുവാനും അപ്പച്ചനോട് സംസാരിക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പച്ചനെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു ദൈവത്തിൻ്റെ ദാസനോട് പറഞ്ഞപ്പോൾ ഒരു മർത്തമ്മക്കാരനാണ് അദ്ദേഹം പറയുക, 100 വയസ്സ് വരെ ജീവിച്ച ആള് എനിക്കൊന്ന് കാണണം അദ്ദേഹത്തെ. കാരണം ഞാൻ ഇവിടെ നിന്നപ്പോൾ ചിന്തിക്കുകയാണ്, അദ്ദേഹം ഒരു യുഗപ്രഭാവകനാണ്. കാരണം 100 വർഷങ്ങൾ കൂടിയിരിക്കുമ്പോൾ ജനിക്കുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരുവനാണ് ഈ അപ്പച്ചൻ. കാരണം 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. എന്നാൽ അപ്പച്ചനിവിടെ പറഞ്ഞല്ലോ, 100 വയസ്സ് വരെ ജീവിച്ചതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും അപ്പച്ചനോട് ചോദിച്ചുകൊണ്ട് ഈ 100 ഇത്രയും വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഞാനത് മനസ്സിലാക്കിയെടുക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന്, ഞാൻ മനസ്സിലാക്കിയത് യഹോവ ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത്, അദ്ദേഹത്തിന് ആരോടും ഒരു പകയില്ല, ആരോടും ഹൃദയത്തിൽ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കത്തില്ല, ആരോടും പരിഭവമില്ല. വളരെ സന്തോഷവാനായി എപ്പോഴും ഇരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുവാനായി ഒത്തിരി കാര്യങ്ങളുണ്ട്. സമയപരിമിതി ഉണ്ടല്ലോ, റോയി ഇടിച്ചു വരുന്നതിന് ഞാൻ ഇരിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന ഈ കുടുംബത്തിനും അപ്പച്ചനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെയുള്ള സഭയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഓക്കലിൽ നിന്ന് എൻ്റെ വൈഫിൻ്റെ മമ്മി ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം പ്രായമായിട്ടിരിക്കുക, ക്ഷീണതയാണ്. എങ്കിലും അപ്പച്ചൻ ഇത്രത്തോളം ദൈവം ആരോഗ്യ സൗഖ്യം നൽകല്ലോ, ദീർഘായുസുകൾ ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിന് പ്രയോജനമുള്ളവനായി ദൈവം ഇനി കൊടുക്കുന്ന ആയുസ് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ദൈവം നമ്മളെ അപ്പച്ചനെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു.